അപ്പോൾ ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിന്റെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലെ 5ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ കുറെ ചിത്രങ്ങൾ തന്നേക്കുക. പലതരം തൊഴിലുകൾ ചെയ്യുന്നവരെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈവിധ്യമാർന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നമ്മളെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? അല്ലെ, കൃഷിയുണ്ട് അല്ലെ, കൃഷിയാണ് മെയിനായിട്ട്. പിന്നെന്താണ്? ഹാൻഡ്ലൂം, കൈത്തറി അല്ലെ, നൂല് നെയ്യുന്നു. പിന്നെ എന്താണ്? ബാങ്ക്, പിന്നെ ഇലക്ട്രിസിറ്റി അല്ലെ. അപ്പൊ അങ്ങനെ പല മേഖലകളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം തൊഴിലുകളെല്ലാം തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ഏതൊക്കെ മേഖലയുമായിട്ടാണ് ഈ കാണുന്നതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്? കൃഷിയുമായി ബന്ധപ്പെട്ടവയുണ്ട് അല്ലെ, കൃഷിയുമായി ബന്ധപ്പെട്ടവയുണ്ട്. പിന്നെന്താണ്? വ്യവസായം, നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവയുണ്ട്. പിന്നെന്താണ്? സേവനവുമായിട്ട് ബന്ധപ്പെട്ടവയുണ്ട് അല്ലെ. ബാങ്ക് ഒക്കെ സേവന മേഖലയാ അല്ലെ. അപ്പോൾ ഈ 3 മേഖലകളിലുമായിട്ട് നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സമ്പദ്ഘടനയിലെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഈ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ആണ് നമ്മുടെ പ്രാഥമിക മേഖലയുടെ, പ്രൈമറി സെക്ടറിന്റെ മുഖ്യ സവിശേഷതയായിട്ട് പറയുന്നത്. അപ്പോൾ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷത. ഇപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? കൃഷി അല്ലെ, പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി, കന്നുകാലി വളർത്തല്, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം തന്നെ ഈ പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങളാണ് അല്ലെ. കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ ഈ പ്രാഥമിക മേഖല കാർഷിക മേഖലയെന്നും, അതായത് അഗ്രികൾച്ചറൽ സെക്ടർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് തയ്യാറാക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അതായത് NSO, സമ്പദ്ഘടനയിലെ ഓരോ മേഖലയിലും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്താണ്? മുമ്പ് നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും CSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും NSSO, അത് രണ്ടും കൂടെ ചേർന്ന് 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനുമാണ് NSO നൽകുന്ന വിവരങ്ങൾ നമ്മൾ അടിസ്ഥാനമാക്കുന്നത്. ഇപ്പൊ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഹോട്ടലും റെസ്റ്റോറന്റുകളും, ബാങ്കിങ്, ഇൻഷുറൻസ്, ഇതൊക്കെ സേവന മേഖലയാ അല്ലെ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും അത് പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖലയാണ്. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പിന്നെ വ്യവസായം, വിദ്യാഭ്യാസം, കന്നുകാലി വളർത്തല്, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം, ജലവിതരണം, വനം, അങ്ങനെ പലതരം സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രം ഇനിയൊന്ന് പൂർത്തിയാക്കാൻ പറ്റുമല്ലോ അല്ലെ, പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ട ഡയഗ്രം. അപ്പോൾ എന്തൊക്കെയാണ്? പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് അല്ലെ. ഖനനമുണ്ട്, മൈനിങ്, പിന്നെന്താണ്? കൃഷിയുണ്ട് അല്ലെ, കൃഷി, അഗ്രികൾച്ചർ ഉണ്ട്. പിന്നെ വനം, ഫോറസ്ട്രി, വനവുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെന്താണ്? ആനിമൽ ഹസ്ബൻഡറി ഉൾപ്പെടും അല്ലെ, ആനിമൽ ഹസ്ബൻഡറി, മൃഗസംരക്ഷണം വരും. പിന്നെ പാറ പൊട്ടിക്കല് അല്ലെ, മത്സ്യബന്ധനം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ പ്രാഥമിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ. അപ്പോൾ വ്യവസായം, നിർമ്മാണം എന്നിവയായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നം നിർമ്മിക്കുന്ന പ്രവർത്തനം നടക്കുന്നത് ദ്വിതീയ മേഖലയിലാണ്. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ തന്നെ ദ്വിതീയ മേഖലയെ വ്യവസായ മേഖല അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ
എന്നും വിളിക്കുന്നു. അപ്പോ ദ്വിതീയ മേഖലയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? വ്യവസായം ഉണ്ടല്ലേ, ഇൻഡസ്ട്രീസ് ഉണ്ട്, പിന്നെ നിർമ്മാണം, കൺസ്ട്രക്ഷൻസ് ഒക്കെ, പിന്നെ വൈദ്യുതി, ഇലക്ട്രിസിറ്റി, ഗ്യാസ് വിതരണം, പിന്നെന്താണ്, ജലം അല്ലെ. അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ ഈ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ തൃതീയ മേഖല എന്ന് പറയുമ്പോൾ അടുത്തത് തൃതീയ മേഖല, ടേർഷ്യറി സെക്ടർ. അതിനകത്ത് എന്താണ് വരുന്നത്? പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നത് തൃതീയ മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നത് എന്താണ്? ഈ തൃതീയ മേഖലയാണ്. അതിനാൽ ഈ തൃതീയ മേഖല സേവന മേഖല അഥവാ സർവീസ് സെക്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയായിരിക്കും? ഗതാഗതം അല്ലെ, ഗതാഗതം ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പിന്നെ എന്താണ്, വാർത്താവിനിമയം, മീഡിയാസ്, പിന്നെ ബാങ്കിങ് ഉണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ ഹെൽത്ത്, ആരോഗ്യം, പിന്നെ വ്യാപാരം അല്ലെ, കച്ചവടം ഒക്കെ വരുന്നുണ്ട്, പിന്നെ വാണിജ്യം, ട്രേഡിങ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഓക്കെ. അപ്പോൾ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നാം കണ്ടു. അപ്പൊ രാജ്യത്തില് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ഈ മേഖലകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. ഏതൊക്കെയാണ്? നമ്മുടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൽ തന്നെ സാമ്പത്തിക വളർച്ച വരുന്നത് അല്ലെ. ഓക്കെ. അപ്പോ ഒരു ഉദാഹരണം ഇവിടെ തന്നിരിക്കുകയാണ്. കാർഷിക മേഖലയിലെ കരിമ്പുൽപാദനം വർദ്ധിപ്പിക്കാൻ മറ്റ് 2 മേഖലകളും എങ്ങനെയൊക്കെ സഹായകമാകുമെന്നും പറഞ്ഞു. അപ്പോ യന്ത്ര സാമഗ്രികൾ അല്ലെ, ദ്വിതീയ മേഖലയിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്ന യന്ത്ര സാമഗ്രികള്, പിന്നെ വളങ്ങള്, പിന്നെന്താണ്, കീടനാശിനികള്, അതൊക്കെ ദ്വിതീയ മേഖലയിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേസമയം തൃതീയ മേഖലയിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഗതാഗത സൗകര്യം, സാമ്പത്തിക സഹായം. അപ്പൊ ഗതാഗത സൗകര്യം അല്ലെ, കരിമ്പ് കൃഷിയിടത്തിൽ നിന്ന് പഞ്ചസാര മില്ലിലോട്ടൊക്കെ എത്തിക്കാൻ വേണ്ടിയുള്ള ഗതാഗത സൗകര്യം. പിന്നെന്താണ്, സാമ്പത്തിക സഹായം, കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ വായ്പയും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ബാങ്ക് വഴി അല്ലെ. പിന്നെ വിപണനം, ഉൽപ്പാദിപ്പിച്ച കരിമ്പ് വിപണനം ചെയ്യാനും നല്ല വില ലഭിക്കാനും സേവനങ്ങൾ സഹായിക്കുന്നു. പിന്നെന്താണ്, ഗവേഷണം അല്ലെ, അതൊക്കെ ഉൾപ്പെടും. ഗവേഷണവും വികസനവും, പുതിയ കൃഷി രീതികളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കാൻ ഗവേഷണ സ്ഥാപനങ്ങൾ. അപ്പൊ അതൊക്കെ തൃതീയ മേഖലയിൽ നിന്നും സ്വീകരിക്കാൻ സാധിക്കുന്നവയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലകളുടെയും പരസ്പരാശ്രയത്തിലാണ് ഈ ഉൽപാദന പ്രക്രിയ പൂർത്തിയാകുന്നത്. അപ്പോൾ നമുക്കൊരു ചാർട്ട് ഇവിടെ ഇങ്ങനെ തന്നേക്കുവാണ്. 3 മേഖലകളെയും കൂടെ ബന്ധപ്പെടുത്തി. പ്രാഥമിക മേഖല, അതിൽ നിന്ന് അസംസ്കൃത വസ്തുക്കള്, ഭക്ഷ്യവസ്തുക്കള്, അതെല്ലാം ദ്വിതീയ മേഖലയിലേക്ക് പോകുന്നു. ദ്വിതീയ മേഖലയിൽ നിന്ന് തിരിച്ചെന്തൊക്കെയാ? യന്ത്ര സാമഗ്രികള്, നിർമ്മിത വസ്തുക്കള്, അതൊക്കെ തിരിച്ച് പ്രാഥമിക മേഖലയിലേക്ക് പോകുന്നു. പിന്നെന്താണ്, തൃതീയ മേഖലയിൽ നിന്ന് വിവിധ തരം സേവനങ്ങൾ പ്രാഥമിക മേഖലയിലോട്ട് പോകുന്നു, ദ്വിതീയ മേഖലയിലോട്ട് പോകുന്നു. പിന്നെ പ്രാഥമിക മേഖലയിൽ നിന്നും ഭക്ഷ്യവസ്തുക്കള് തൃതീയ മേഖലയിലേക്ക് പോകുന്നു. അപ്പൊ യന്ത്ര സാമഗ്രികള് തൃതീയ മേഖലയിലേക്കും ദ്വിതീയ മേഖലയിൽ നിന്ന് പോകുന്നു. അപ്പൊ അതാണ് ചാർട്ടിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. വിവിധ മേഖലകളുടെ പരസ്പരാശ്രയത്വം സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമാണ്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലായി നടക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് അറിയപ്പെടുന്നു. ഉൽപാദക ഘടകങ്ങളെ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ ഉൽപാദനം എന്ന് പറയുന്നത്, അഥവാ പ്രൊഡക്ഷൻ. ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വിതരണം അഥവാ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി വിനിയോഗിക്കുകയും മിച്ചം വരുന്നത് കരുതൽ ധനം അഥവാ സമ്പാദ്യം അല്ലെ, സമ്പാദ്യമായിട്ട് മാറ്റിവെക്കുകയും ചെയ്യുന്നു. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനം ഉപഭോഗം അഥവാ കൺസപ്ഷൻ എന്ന് അറിയപ്പെടുന്നു. ഇത്തരത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുത്തുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത്.
ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകമിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സാമൂഹിക സാമ്പത്തിക സർവേയുടെ ഭാഗമായിട്ട് നാം പലപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാന കണക്കുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കാറുണ്ട് അല്ലെ? കുടുംബത്തിന്റെ വാർഷിക വരുമാനം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒരു വർഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ ശമ്പളം, മറ്റു തൊഴിലുകൾ, ആസ്തി, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവ. അപ്പൊ ഇവയിലൂടെയൊക്കെ ലഭിക്കുന്ന മൊത്തം വരുമാനമാണ് ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തിന്റെ ആ രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നു. അപ്പൊ രാജ്യത്തിൽ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം. ഇന്ത്യയിലെ എന്നാണ് സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്? ഒരു സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ആയി കണക്കാക്കപ്പെടുന്നത് കേട്ടോ. അപ്പൊ രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ അന്തിമ സാധനങ്ങളെന്നും അഥവാ ഫൈനൽ ഗുഡ്സ് എന്നും, അസംസ്കൃത വസ്തുവായി മറ്റൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഇടനില വസ്തുക്കൾ അഥവാ ഇടനില സാധനങ്ങൾ എന്നും അഥവാ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി മേഖലകളിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനം അഥവാ ദേശീയ വരുമാനം ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദമാക്കുന്ന പ്രധാന സൂചകമാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം നമുക്ക് നോക്കാം. അപ്പൊ എന്തിനായിരിക്കും? രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? പിന്നെ വിവിധ മേഖലകളുടെ സംഭാവന, ആ സംഭാവന നമുക്ക് വിലയിരുത്താം. പിന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നതിന്, പിന്നെന്താണ്, രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിന്, പിന്നെ രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന്, പിന്നെന്താണ്, സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നതിന്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? ഒന്ന് ഉൽപ്പന്ന രീതി, രണ്ടാമത് വരുമാന രീതി, മൂന്നാമത് ചെലവ് രീതി. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉൽപാദനം, വരുമാനം, ചെലവാക്കൽ എന്നിവയെ അടിസ്ഥാനമാക്കി 3 രീതികളാണ് അവലംബിക്കാറുള്ളത്. അപ്പൊ ആ രീതികളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഉൽപ്പന്ന രീതി, പ്രോഡക്റ്റ് മെത്തേഡ്, പിന്നെന്താണ് വരുമാന രീതി, ഇൻകം മെത്തേഡ്, പിന്നെന്താണ് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പൊ ഉൽപ്പന്ന രീതി, പ്രോഡക്റ്റ് മെത്തേഡ് എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കിലാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. അപ്പൊ വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളമാണെന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും ഈ രീതി സഹായിക്കുന്നു. ഏതാണ്? ഉൽപ്പന്ന രീതി. അപ്പൊ വരുമാന രീതി, ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപാദക ഘടകങ്ങളായ ഭൂമി, തൊഴിൽ അഥവാ അധ്വാനം, പിന്നെന്താണ് മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്. ഓക്കെ. അപ്പോ രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപാദക ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഈ രീതി നമ്മളെ സഹായിക്കുന്നു. എന്താണ്? രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപാദക ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമാണ് അഥവാ ഗ്രോസ് നാഷണൽ ഇൻകം ആണ് കേട്ടോ. ഗ്രോസ് നാഷണൽ ഇൻകം. അടുത്തതായി ചെലവ് രീതിയാണ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണിത്.
സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനോടൊപ്പം അഥവാ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ നിക്ഷേപവും ചെലവായാണ് പരിഗണിക്കപ്പെടുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ അപ്പൊ അതും എന്താണ് ചെലവായാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം തന്നെ സർക്കാർ ചെലവ് അഥവാ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, അറ്റ കയറ്റുമതി മൂല്യം നെറ്റ് എക്സ്പോർട്ട് വാല്യൂ കൂടി ചേർന്നതാണ് രാജ്യത്തിന്റെ ആകെ ചെലവ്. അപ്പോൾ ഇത്തരത്തിൽ ചെലവ് രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് രാജ്യത്തിന്റെ മൊത്ത ദേശീയ ചെലവാണ് അഥവാ ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ ആണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 രീതികൾ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഉൽപ്പന്ന രീതിയിലൂടെ രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യവും, വരുമാന രീതിയിലൂടെ മൊത്ത ദേശീയ വരുമാനവും, ചെലവ് രീതി പ്രകാരം മൊത്ത ദേശീയ ചെലവും ലഭിക്കുന്നു. ഈ 3 രീതികളിലൂടെ ദേശീയ വരുമാനം കണക്കാക്കിയാൽ എന്താണ് ഒരേ ഫലമാണ് ലഭ്യമാകുക. അതായത് ദേശീയ വരുമാനം മൊത്ത ഉൽപ്പന്നത്തിന്റെയും മൊത്ത വരുമാനത്തിന്റെയും മൊത്ത ചെലവിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഫലം ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ ഈ സർക്കാർ ചെലവെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അപ്പൊ അതെന്താണ്? ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവാണ് ഈ സർക്കാർ ചെലവ് അഥവാ പൊതുചെലവ്. അപ്പൊ സർക്കാർ ചെലവിനെ വികസന ചെലവ്, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, വികസനേതര ചെലവ് അഥവാ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നിങ്ങനെ തരംതിരിക്കാം. അടുത്തതായി ഉപഭോഗ ചെലവാണ്, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുകയാണ് ഈ ഉപഭോഗ ചെലവ്. നിക്ഷേപ ചെലവ് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവാണ് അല്ലെങ്കിൽ യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് തുടങ്ങിയവയൊക്കെയാണ് ഈ നിക്ഷേപ ചെലവിന് ഉദാഹരണങ്ങൾ. അപ്പോൾ അറ്റകയറ്റുമതികൾ, നെറ്റ് എക്സ്പോർട്ട് എന്താണ്? രാജ്യത്തിന്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റകയറ്റുമതി. അതായത് രാജ്യത്തിന്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ നെറ്റ് എക്സ്പോർട്ട് വാല്യൂ അഥവാ അറ്റകയറ്റുമതികൾ. അപ്പോൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും മൊത്ത ദേശീയ ഉൽപ്പന്നവും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നതിനും അതിന്റെ പ്രാധാന്യം എന്താണെന്നും വ്യക്തമായല്ലോ. ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ഈ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഒരു രാജ്യത്തെ ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുമായ ഭൂപ്രദേശത്തെയാണ് ആഭ്യന്തര അതിർത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഉദാഹരണത്തിന് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ഉൾപ്പെടുന്നില്ല. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവന വിശകലനം ചെയ്യാൻ അനുയോജ്യമായ ഒന്നാണ്. ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ലഭിക്കുന്നത്? മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ലഭിക്കുന്നത്. അതായത് ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? എക്കണോമിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? വ്യോമാതിർത്തി, ജലാതിർത്തി, പിന്നെന്താണ്? മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷൻസ്, പിന്നെ രാജ്യത്തിന്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ അഥവാ മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിൽ അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം, പിന്നെന്താണ്? കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. അപ്പോൾ ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷൻസ് എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. നമ്മുടേതായ കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുന്നുള്ളൂ. അപ്പോൾ
മൊത്ത ദേശീയ ഉൽപ്പന്നവും ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും തമ്മിൽ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അറ്റ ദേശീയ ഉൽപ്പന്നം നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഒരു വാഹനമോ യന്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ വർഷം കഴിയുന്തോറും അതിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നു. അതായത് ഏതൊരു വസ്തുവും ഉപയോഗിക്കുന്തോറും ആ വസ്തുവിന് പഴക്കവും തേയ്മാനവും സംഭവിക്കുന്നു. ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെ ഡിപ്രീഷിയേഷൻ കോസ്റ്റ് അഥവാ തേയ്മാന ചെലവ് എന്ന് പറയുന്നു. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചെലവുകൾ പരിഗണിക്കപ്പെടാറുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് എന്ത്? ഈ അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ അറ്റ ദേശീയ ഉൽപ്പന്നം എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് തേയ്മാന ചെലവ് മൈനസ് ഡിപ്രീഷിയേഷൻ കോസ്റ്റ് ആണ്. ഓക്കെ. ഇനി പ്രതിശീർഷ വരുമാനം എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന മറ്റൊരു അളവുകോലാണ് എന്ത്? ഈ പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തെ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ കൊണ്ട് കിട്ടുന്ന ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? പ്രതിശീർഷ വരുമാനം. അപ്പോൾ പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്താണ്? ദേശീയ വരുമാനം നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ ആകെ ജനസംഖ്യ അഥവാ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. അപ്പോൾ രാജ്യത്തെ കുറച്ച് ആളുകൾക്കിടയിൽ മാത്രം വരുമാനം വർദ്ധിച്ചാൽ പ്രതിശീർഷ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? കറക്റ്റായിട്ട് വരത്തില്ല അല്ലേ? കറക്റ്റായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഇപ്പൊ സാധാരണ ആൾക്കാരുടെയും നല്ല ഒരു എന്താണ് അത്യാവശ്യം റിച്ച് ടീംസിന്റെ ഒക്കെ വരുമാനം എല്ലാവരുടെയും കൂടെ ഒരുമിച്ചല്ലേ എടുക്കുന്നേ. അപ്പൊ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞ് കണക്കാക്കുമ്പോൾ എല്ലാത്തിന്റെയും കൂടെ ഒരു ആവറേജാ കിട്ടുന്നേ. കറക്റ്റായിട്ട് വരത്തില്ല. ഈ സാധാരണക്കാർക്ക് ലഭിക്കുന്നതിന്റെ ആവറേജ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികൾ എന്താണ്? ലിമിറ്റേഷൻസ് ഇൻ മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്നത് പ്രധാനമായും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണെങ്കിലും ഈ ശ്രമകരമായ പ്രവർത്തനത്തിന് ഒട്ടേറെ പ്രായോഗിക പ്രയാസങ്ങളും പരിമിതികളുമുണ്ട്. എന്തൊക്കെയാണ്? കൃത്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അഭാവം. പിന്നെന്താണ്? സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളെ രേഖപ്പെടുത്താനുള്ള സാധ്യത. ഡബിൾ കൗണ്ടിങ്. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. അപ്പോൾ ഇത്തരം പരിമിതികൾ ഉണ്ടെങ്കിലും ഇവ പരമാവധി പരിഹരിച്ചുകൊണ്ട് ദേശീയ വരുമാനം കൃത്യമായി കണക്കാക്കാൻ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ശ്രമിച്ചു വരുന്നുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലെ വരുമാനം രാജ്യത്തിന്റെ ആകെ വരുമാനത്തെ നിർണ്ണയിക്കുന്നതിനാൽ ഓരോ മേഖലകളെയും നാം ശക്തമാക്കേണ്ടതുണ്ട്. ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ സംഭാവന നാം മേഖല തിരിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. ഓരോ മേഖലയുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന ആ മേഖലയുടെ പ്രവർത്തന നിലവാരത്തെക്കുറിച്ച് മാത്രമല്ല മറ്റു മേഖലകളുമായുള്ള പരസ്പരാശ്രയത്തെക്കുറിച്ച് കൂടി സൂചന നൽകുന്നു. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവന അഥവാ സെക്ടോറൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് നാഷണൽ ഇൻകം 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായി കണക്കാക്കുന്നതിന് മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം ഗ്രോസ് വാല്യൂ ആഡഡ് ഉപയോഗിച്ചു തുടങ്ങി. അതിനു മുമ്പ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ GDP ആയിരുന്നു മേഖലാതല സംഭാവനകൾ കണക്കാക്കിയിരുന്നത്. മൊത്ത വർദ്ധിത മൂല്യം. അപ്പോൾ അത് പ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലകളുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായും കണക്കാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം എന്താണ്? സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണിത്. ദേശീയ കണക്കിൽ മൊത്ത ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിൽ അഥവാ ഗ്രോസ് പ്രോഡക്റ്റ് വാല്യൂവിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ കുറച്ചിട്ടാണ് മൊത്ത വർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. അപ്പൊ മൊത്ത വർദ്ധിത മൂല്യം എന്താണ്? മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്നും ഇടനില ഉപഭോഗ മൂല്യം കുറയ്ക്കുന്നതാണ്. അഥവാ ഗ്രോസ് പ്രോഡക്റ്റ് വാല്യൂവിൽ നിന്നും വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ കുറയ്ക്കുന്നതാണ്. അപ്പൊ ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗമാണ് ഇടനില ഉപയോഗം അഥവാ ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ. GVയെ കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഉൽപ്പന്നത്തിന്മേലുള്ള നികുതികളോ സബ്സിഡികളോ ഒന്നും തന്നെ ഇവിടെ പരിഗണിക്കുന്നില്ല. എന്നാൽ GDP കണക്കാക്കുമ്പോൾ
ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന്മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്തവർദ്ധിത മൂല്യത്തോടൊപ്പം GVAയോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കപ്പെടുന്നു. അപ്പൊ ടാക്സ് എന്താണ്? ടാക്സും സബ്സിഡിയും എന്താണ്? ക്ഷേമ പ്രവർത്തനം, വികസന പ്രവർത്തനം എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവ് വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് ടാക്സ് അഥവാ നികുതി. സാമൂഹ്യ-സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മേൽ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യമാണ് എന്ത്? സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? മൊത്ത വർദ്ധിത മൂല്യം അധികം ഉൽപ്പന്ന നികുതി മൈനസ് ഉൽപ്പന്ന സബ്സിഡി. അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താണ്? ഗ്രോസ് വാല്യൂ ആഡഡ് പ്ലസ് പ്രോഡക്റ്റ് ടാക്സ് മൈനസ് പ്രോഡക്റ്റ് സബ്സിഡി. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ കാലയളവിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ നിന്നുള്ള മൊത്തവർദ്ധിത മൂല്യമാണ് ഈ ഗ്രാഫിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കണ്ടില്ലേ, കാർഷിക മേഖലയിലായിരുന്നു ആദ്യം 1982 മുതൽ 83 വരെ കാലഘട്ടത്തിലെ കൂടുതൽ കാർഷിക മേഖലയിൽ നിന്നാണ്. പിന്നെ വരുന്ന വർഷങ്ങളിൽ കാർഷിക മേഖലകളിൽ നിന്നുള്ള GVA വിഹിതം കുറഞ്ഞു വരിക കണ്ടോ. 2022 മുതൽ 23 വരെ 17% കുറഞ്ഞു, 44% നിന്നും. അതേസമയം നമ്മൾ ടെർഷ്യറി സെക്ടർ തൃതീയ മേഖലയാണെങ്കിൽ 33 നിന്നും 55% വർദ്ധിക്കുകയും ചെയ്തു. നമ്മുടെ രണ്ടാമത്തെ സെക്ടർ ദ്വിതീയ മേഖലയാണെങ്കിൽ 23 നിന്നും 28, കുറച്ച് ഉയർച്ച മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് സംസ്ഥാനത്തിന്റെ മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം, ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് എന്താണെന്ന് നോക്കാം. കേരളത്തിന്റെ മൊത്ത വർദ്ധിത മൂല്യത്തിനും അതിന്റെ വിവിധ മേഖലകളിലുള്ള സംഭാവനയിലും കാലാനുസൃതമായ മാറ്റങ്ങൾ പ്രകടമാവുന്നുണ്ട്. അപ്പൊ അതാണ് ആ ഒരു മാറ്റമാണ് GVSA ആണ് നമ്മളിവിടെ കാണുന്നത്. അതും വലിയ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അല്ലെ. 2019 മുതൽ 20 വരെ കൃഷിയുടെ 8.97 വിഹിതം, പക്ഷെ 8.98 ആയതേ ഉള്ളൂ നമ്മുടെ 2022-23. അതേപോലെ തന്നെ ദ്വിതീയ മേഖലയിലെ ആദ്യത്തെ 2019 മുതൽ 20 വരെ 26.82 ആയിരുന്നു, അത് 28.4 വർദ്ധിച്ചു. പിന്നെ ടെർഷ്യറി സെക്ടർ ആണെങ്കിൽ കുറയുകയാണ് ചെയ്തത് കേട്ടോ. സേവനം 64.21 നിന്നും 62.62 കുറയുകയാണ് ചെയ്തത്. അപ്പൊ ഇന്ത്യയുടെയും കേരളത്തിന്റെയും മൊത്ത വർദ്ധിത മൂല്യത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന മറ്റ് മേഖലകളെ അപേക്ഷിച്ച് കൂടുതലാണ്. ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഇതിനൊരു കാരണമാണ് അല്ലെ. പിന്നെന്താണ് മറ്റു കാരണങ്ങൾ? രാജ്യത്തിന്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിങ്, ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവ് അധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച അല്ലെ. നമ്മുടെ കാര്യമാണ് അല്ലെ, കേരളത്തിന്റെ ഒക്കെ കാര്യമാണ്. കേരളം നമ്പർ 1 സ്റ്റേറ്റ് ആണല്ലോ ഈ വക കാര്യങ്ങളിലെല്ലാം തന്നെ. അപ്പൊ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടല്ലേ. അപ്പോൾ അറിവ് അധിഷ്ഠിത മേഖലയുടെ വളർച്ച, ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ, ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്രദമാകുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളാണ് മനുഷ്യ മൂലധനം എന്ന് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവയിൽ മനുഷ്യ വിഭവത്തിന്റെ അറിവ്, കഴിവ്, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾക്കൊള്ളുന്നു. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം, നോളജ് എക്കണോമി എന്ന തലത്തിലേക്ക് വളർന്നു വികസിച്ചിട്ടുണ്ട്. തൃതീയ മേഖലയുടെ ഭാഗമായി അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ തന്നെ നടക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാകുന്ന തരത്തിൽ ഇന്ത്യയുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 65%-ഓളമുള്ള 35 വയസ്സിൽ താഴെ വരുന്ന ജനസമൂഹത്തിന്റെ മുന്നിൽ ഇതൊരു വലിയ അവസരവും സാധ്യതയും തന്നെയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഫലമായി സാമ്പത്തികമായി മുന്നേറാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. അറിവ് അധിഷ്ഠിത മേഖലകളുടെ വികാസത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അറിവ് അധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. വിവിധ വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം
മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, വിപുലമായ സർക്കാർ സഹകരണ, സ്വകാര്യ മേഖല, അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾ തുടങ്ങിയവയെല്ലാം തന്നെ അറിവധിഷ്ഠിത മേഖലയെ വികസിപ്പിക്കുന്നതിനും അതുവഴി ദേശീയ വരുമാനത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന പരിപോഷിപ്പിക്കപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് വിവിധ മേഖലകളിൽ തൊഴിൽ ഘടനയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2022-23 കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് സേവന മേഖലയാണ്. ഇന്ത്യയിലെ വിവിധ മേഖലകളിലെ തൊഴിൽ ഘടനയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് ഇവിടെ തന്നിരിക്കുകയാണ്. 1991 ഏറ്റവും കൂടുതൽ തൊഴിൽ ഏതാണ്? പ്രാഥമിക മേഖലയാണ്. 2019-20ലും പ്രാഥമിക മേഖല തന്നെയാണ്, പ്രൈമറി സെക്ടർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അളവ് ഒരുപാട് കുറഞ്ഞു പോയി, എന്നാലും പിന്നെ അല്പം ഉയർച്ച വന്നിരിക്കുന്ന ഏതിലാണ്? നമ്മുടെ ടെർഷറി സെക്ടറിലാണ്, സേവന മേഖലയിലാണ് ഇച്ചിരി ഉയർച്ച വന്നിരിക്കുന്നത്. 20.5 നിന്നും 1991 20.5 നിന്നും 32.36 കൂടിയിരിക്കുന്നു. അപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകൾക്കുള്ള ആവശ്യക പ്രാധാന്യത്തിൽ മാറ്റം വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് എന്ത്? ഘടനാപരമായ പരിവർത്തനം അഥവാ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ. വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനയിലും അവ ലഭ്യമാകുന്ന തൊഴിലവസരങ്ങളിലും ഉണ്ടാകുന്ന മാറ്റമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സംഘടിത അസംഘടിത മേഖലകൾ, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്താണെന്ന് നോക്കാം. തൊഴിൽ മേഖലയിൽ സംഘടിത മേഖല, അസംഘടിത മേഖല എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. കൃത്യമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പു നൽകുകയും അവരുടെ അവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് എന്ത്? സംഘടിത മേഖല അഥവാ ഓർഗനൈസ്ഡ് സെക്ടർ. കമ്പനി നിയമം, ഫാക്ടറി നിയമം, സൊസൈറ്റീസ് ആക്ട്, കോപ്പറേറ്റീവ് ആക്ട് എന്നിങ്ങനെ ഏതെങ്കിലും നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് അവയുടെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയാണ് ഇത്. ഏത് നിയമപ്രകാരമാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകളെല്ലാം തന്നെ പാലിക്കുവാൻ സംഘടിത മേഖലയിലെ തൊഴിൽ യൂണിറ്റുകൾ ബാധ്യസ്ഥരാണ്. അസംഘടിത മേഖല എന്താണ്? അൺഓർഗനൈസ്ഡ് സെക്ടർ. ഏതെങ്കിലും നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ അല്ലാത്തതോ സ്ഥിരമായ കണക്കുകൾ സൂക്ഷിക്കാത്തതോ ആയ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ്. അപ്പോൾ സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് ഇവിടെ തന്നിരിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖലയാണ് സംഘടിത മേഖല. സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നു, താരതമ്യേന കൂടിയ ശമ്പളം നൽകുന്നു, തൊഴിൽ സുരക്ഷിതത്വം നൽകുന്നു, അല്ലെ? അസംഘടിത മേഖലയോ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത തൊഴിൽ മേഖലയാണ്. സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നില്ല, താരതമ്യേന കുറഞ്ഞ ശമ്പളമാണ്, തൊഴിൽ സുരക്ഷിതത്വമേ ഇല്ല, അല്ലെ? അപ്പൊ അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അൺഓർഗനൈസ്ഡ് സെക്ടർ. സുരക്ഷിതമല്ലാത്ത തൊഴിലിടം, ദീർഘമായ തൊഴിൽ സമയം, കുറഞ്ഞ വേതനം, ധാരാളം പ്രശ്നങ്ങൾ, അതെല്ലാം തന്നെ ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇത്തരം തൊഴിലാളികളെ മികച്ച മാനവ വിഭവമാക്കി മാറ്റിയെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. കൂടാതെ ദേശീയ വരുമാനത്തിലേക്കുള്ള ഇവരുടെ സംഭാവന താരതമ്യേന കുറയുന്നതിനും സാമൂഹിക സാമ്പത്തിക അസമത്വം രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ അപേക്ഷിച്ച് വിവിധ തരം പിന്നാക്ക അവസ്ഥ, അവസരങ്ങളുടെ അഭാവം തുടങ്ങിയ പലതരം പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നു. ഇത് വിവിധ തരത്തിലുള്ള അസമത്വത്തിലേക്ക് നയിക്കുന്നു. ഇവ ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാർ നിരവധി നിയമങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ നിയമങ്ങൾ? അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008, ദ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008. അപ്പോൾ അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യം, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹിക സുരക്ഷാ ആനുകൂല്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ നിയമം അധികാരം നൽകുന്നു. ഏതാണ്? അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008 അഥവാ ദ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008. ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 എന്താണ്? ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവരെല്ലാം തന്നെ ഈ നിയമത്തിന്റെ ആനുകൂല്യത്തിന് അർഹരാണ്. ഈ ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെലിവറി ആപ്പുകളും
പിന്നെ നമ്മുടെ ഈ ഓൺലൈൻ മാർക്കറ്റ് അതിന്റെ ഡെലിവറി ബോയ്സും അതുമെല്ലാം തന്നെ ഗിഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവാനുകൂല്യം, സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എന്നിവയെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ഇത്തരം നിയമങ്ങൾക്ക് പുറമെ തൊഴിലാളികളുടെ മെച്ചപ്പെടുത്തുക, അവർക്ക് കഴിവുകൾ മെച്ചപ്പെടുത്തുക, അവർക്ക് വായ്പകൾ ലഭ്യമാക്കുക, തൊഴിൽ നിയമം കൂടുതൽ അയവുള്ളതാക്കുക എന്നീ നടപടിക്രമങ്ങളും അസംഘടിത മേഖലയെ ശക്തിപ്പെടുത്താനായി സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തി. എന്താണ് സവിശേഷതകൾ? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിത്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകുന്നു. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നു. അപ്പോൾ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമായി മാറിയിരിക്കുന്നു. ഫ്രീലാൻസർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയവർ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ വളർച്ച ആ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു. സാമ്പത്തിക പുരോഗതിയെ നിർണ്ണയിക്കുന്ന ദേശീയ വരുമാനത്തിന്റെ വളർച്ച പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പരാശ്രയത്വത്തിൽ അധിഷ്ഠിതമാണ്.